പാലക്കാട് ലൊക്കേഷൻ ആക്കിയിട്ടൊരു കോമഡി ത്രില്ലർ ആയിരിക്കും എന്ന് പറയുന്നത് സത്യമാണ്. അത് അൻസാജ് നമ്മുടെ ഒരു സുഹൃത്താണ്. അൻസാജ് കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്നോട് ഇങ്ങനൊരു കഥയെക്കുറിച്ച് പറയുകയും അപ്പോൾ അന്ന് കേട്ടപ്പോൾ തന്നെ ഒരു താല്പര്യം തോന്നുകയും പിന്നീട് അങ്ങളത് റീവർക്ക് ചെയ്ത് അത് അതിനെ ഭംഗിയാക്കി മാറ്റി. പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങളിനെ ചെറുപ്പത്തിൽ കണ്ടതാണ്. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്താണ്. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം നമ്മൾ അധികം പുലർത്താറില്ല. അതെ അതെ അതെ, അച്ഛന്റെ സ്വഭാവം അറിഞ്ഞാൽ മതിയല്ലോ. അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഇന്നേ വരെ ജീവിതത്തിൽ പാര മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇവിടെയും ബെറ്റർ ഒന്നും പ്രതീക്ഷിക്കണം. വീട്ടിലേക്ക് വിളി പോകും പെർഫോമൻസ് മോശമാകുമ്പോഴും പലതിനും. അപ്പോൾ ആ രീതിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും സന്തോഷം. പാലക്കാട് പിന്നെ നമ്മൾ ഒരുപാട് പടങ്ങൾ സ്ഥിരം, ഈ വെയിൽ അത്ര സുഖമുള്ള പരിപാടിയല്ല. കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും. അതുകൊണ്ട് ഇത് പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു കാലാവസ്ഥ. എന്നാലും കുറേ സിനിമകൾ കുഞ്ഞിരാമായണം ചെയ്തു നമ്മൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് മലയാളി ഉജ്ജ്വലൻ ഇവിടെ, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഇവിടെയായിരുന്നു. ഇപ്പോൾ ഈ വർഷം ഭീഷ്മർ. ഒരുപാട് സന്തോഷം. പിന്നെ വിഷ്ണുവായിട്ട് ആദ്യമാണ് വർക്ക് ചെയ്യുന്നത്. രാജോട്ടനൊക്കെ നമ്മൾ മലയാളിയിലെ അച്ഛനായിരുന്നു. സന്തോഷേട്ടൻ അമ്മയെ പ്രതിനിധീകരിച്ചുകൊണ്ട്, സന്തോഷേട്ടനുണ്ട് ഫെഫ്കെനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, എല്ലാ സംഘടന നിന്നത് അഖിലേട്ടൻ, എല്ലാവരും ഉണ്ട്. ഇപ്പം എല്ലാവരും പരിചയക്കാരാണ്. ഒരുപാട് സന്തോഷം. പറയൂ. അടുത്ത എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ട് പിന്നീട് പറയുന്നതായിരിക്കും നല്ലത്. നമുക്കിപ്പോ പൂർണ്ണ ആരോഗ്യനായി തിരിച്ചെത്തി. അതെ, ആഘോഷിക്കുകയല്ല എല്ലാവരും. ഒരുപാട് സന്തോഷം. മറ്റൊന്നിപ്പോ അമ്മയിൽ പുതിയ ഭാരവാഹികളൊക്കെ വന്നു. എല്ലാം എന്നോടാണോ? ഇത് അമ്മയുടെ റെപ്രസെന്റ് ചെയ്ത ആളുണ്ട്. നമുക്ക് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാം. അതെ, സിനിമയെ കുറിച്ച് അതാണ് നല്ലത്. അതാണ് ഇതൊന്നുമല്ല. നമുക്ക് എന്തിനാണ് ഓരോ വിവാദങ്ങൾ അവരെന്തെങ്കിലും പറയും, പിന്നെ നാളെ അതിന്റെ നമ്മളൊക്കെ ഇപ്പൊ തൽക്കാലം ഈ ഭീഷ്മർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ സംഘടിപ്പിച്ച ഒരു ചടങ്ങാണ്. ദയവ് ചെയ്ത് അതിനെക്കുറിച്ച് മാത്രം ചോദിക്കും. ആർക്ക്? കമ്മിറ്റിക്ക് കമ്മിറ്റിക്ക് ആശംസ പറഞ്ഞുകൊണ്ട് പറഞ്ഞു.